അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. കാരണം നാളെ കർക്കിടകം 1 അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ വീട്ടിൽ സംക്രാന്തിപ്പണി ലാസ്റ്റ് ഡേ ആണ്. നിങ്ങളുടെ അവിടെയൊക്കെ സംക്രാന്തിപ്പണി എന്നാണോ പറയുക? ഇത് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്നത് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളിവിടെയൊക്കെ അങ്ങനെയാണ് പറയുക. അപ്പോൾ എൻ്റെ റൂം മാത്രമാണ് ഇനി വൃത്തിയാക്കാറുള്ളത്. ബാക്കി എല്ലാ റൂമും എല്ലാ സ്ഥലമൊക്കെ അമ്മ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആകെ വൃത്തിയാക്കാൻ എൻ്റെ റൂം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കണം രാവിലെ തന്നെ. നേരത്തെ എണീക്കും, ഞാൻ നേരത്തെ എണീറ്റൊക്കെ വൃത്തിയാക്കിയിടുന്നൊക്കെ അമ്മയോട് പറഞ്ഞതാണ്. പക്ഷേ എണീറ്റപ്പോഴേക്കും സമയം 6:30 ആയി. പിന്നെ അടുക്കളയത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലും കുറച്ചും കൂടി നേരം വൈകി. പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ട് 10 മണിക്ക്. അതിൻ്റെ മുന്നേ എനിക്ക് പോകണം. അതിൻ്റെ മുന്നേ എങ്ങനെയൊക്കെ തീർക്കണം. ഇപ്പോൾ ഈ ജനലൊരിക്കുന്ന ഈ സമയത്ത് ഞാൻ എൻ്റെ അമ്മ അന്ന് പറഞ്ഞ വാക്കുകളാണ് ആലോചിക്കുന്നത്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വെറുതെ ചൊറിയും കുത്തി വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞതാണ്, മോളെ കുറച്ച് പണിയൊക്കെ എടുത്ത് തീർത്ത് വെച്ചോ, എന്നാൽ പിന്നെ അന്നേരം വെപ്രാളം കാണിച്ച് തീർക്കണ്ടല്ലോ എന്ന്. അമ്മേനോട് പറഞ്ഞു, ഇതൊക്കെ വേഗം തീരൂലേ, ഒരു റൂമല്ലോ നന്നാക്കാനുള്ളൂ, ഞാൻ 8:30 9:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അമ്മ പറയുന്നത്, മുകളിൽ ഈ ഒരു റൂം മാത്രമല്ല മറ്റേ റൂമും പിന്നെ ഡൈനിങ് ഹാൾ കൂടി നന്നാക്കണമെന്ന്. അപ്പോഴേക്കും എൻ്റെ കിളി പാറി ഗൈസ്. കാരണം മാറാൽ തട്ടണം, അടിച്ചേരണം, തുടയ്ക്കണം, ഇത് 3 ചെയ്യണം. അപ്പോൾ ഞാൻ റോബോട്ട് മതിയായിരുന്നു. 2-3 കൈകളൊക്കെ വന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇത് നന്നാക്കിയാൽ എത്ര നന്നാക്കിയാലും ഇത് മെസ്സി ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ അതിനാണ് മെസ്സി ആക്കുന്നത്. ഇനി പുറത്ത് കാണാത്ത സ്റ്റാൻഡ് വേണം, അതായത് അടച്ചുറപ്പൊക്കെയുള്ള സ്റ്റാൻഡില്ലേ. ഈ വേസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ റൂം ഒരിക്കലും ക്ലീൻ ആക്കാറില്ലേ. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. നമ്മൾ ഈ അലമാരിനുള്ള ഡ്രസ്സൊക്കെ വെക്കുമ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടല്ലേ വെക്കുക. ഞങ്ങളുടെയൊക്കെ അങ്ങനെയായിട്ട് വെക്കുക. അപ്പോൾ ആ ന്യൂസ് പേപ്പറൊക്കെ ഞാൻ ഇന്നാണ് എടുത്ത് ഒഴിവാക്കിയത്. ഇടയ്ക്കൊക്കെ ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസം മാത്രമേ ഞാൻ അത് ഒഴിവാക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഫൈനൽ ലുക്ക്. ബെഡ്ഷീറ്റ് പോലും മര്യാദയ്ക്ക് വിരിക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ക്ലാസ്സിന് പോകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ 10:10 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടൈമിംഗ് ഒക്കെ തെറ്റിപ്പോയി. നല്ല സാരില്ല, ഇങ്ങനെയൊക്കെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്.